പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ CPM നേതാവ് ഡോക്ടർ തോമസ് ഐസക് കോമാളി എന്ന് വിളിച്ചിരിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ പ്രതികരണത്തിൽ രമേശ് പിഷാരടി നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണമുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ അത്രയും അനുഭവ പരിചയമോ പ്രായമോ അതേപോലുള്ള തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഔന്നത്യമോ ഒന്നും യഥാർത്ഥത്തിൽ രമേശ് പിഷാരടിക്ക് അവകാശപ്പെടാനില്ല. അദ്ദേഹം പറഞ്ഞത് അതേ നാണയത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിനോട് പ്രതികരിക്കാൻ തൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ ഒരു അക്കാഡമീഷ്യൻ, ഒരു കലാകാരനെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ തന്നെ മറന്നു കളയുകയാണ്. നാടകത്തിലൂടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത്രയധികം വേരോടിയത്. എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന തോപ്പിൽ ഭാസിയുടെ നാടകം. അതായത് കലയുമായി ഒരു പ്രസ്ഥാനത്തെ, രാഷ്ട്രീയത്തെ ബന്ധിപ്പിച്ച് വ്യാപിപ്പിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് രമേശ് പിഷാരടിയെക്കുറിച്ച് നടത്തിയ ഈ ഒരു പ്രസ്താവന കലയോടുള്ള CPMൻ്റെ ഒരു സമീപനം കൂടിയാണ് കാണിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് CPMും BJPയും തമ്മിലുള്ള വ്യക്തമായ ഡീലിൻ്റെ, അതിൻ്റെ ഒരു പ്രായോഗികമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണ് ഡോക്ടർ തോമസ് ഐസക് നടത്തിയിരിക്കുന്നത്. കാരണം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ഒരു പ്രസ്താവന കേരളം ശ്രദ്ധിക്കാതിരിക്കില്ല, അതേപോലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതിരിക്കില്ല എന്നൊക്കെ എല്ലാവരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി ഡോക്ടർ തോമസ് ഐസക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബോധപൂർവം തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി തന്നെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഒരു കോമാളിയെ പിടിച്ച് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം.